അങ്ങനെ യൂസഫ് അലി സാറിൻ്റെ ഈ സക്കാത്ത് അതിൻ്റെ ന്യൂസ് ഗിഫ്റ്റ് വന്നു. ആ കാറ് വന്നു കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്, കാണിക്കാം. അങ്ങനെ 2026 യൂസഫ് അലി സാറിൻ്റെ റംസാൻ സക്കാത്ത് എനിക്കിപ്പോൾ കിട്ടി. അതുകൊണ്ട് ലുലുവിൻ്റെ റാഫി ഇപ്പോൾ വന്നിട്ട് പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. കഴിഞ്ഞിട്ട് അങ്ങേ വർഷം ഇത് 10ാമത്തെ വർഷമാണ്. 8 വർഷങ്ങൾ 50,000 വെച്ചായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ 1,00,000 രൂപ വെച്ചായി സക്കാത്ത്. ഈ എമൗണ്ട് ഇപ്പോൾ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് കുറച്ച് വാട്സാപ്പിലൊക്കെ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കുറേ കിറ്റുകൾ വിതരണം നടത്തുന്നു പള്ളികളൊക്കെ, അവർക്ക് അല്ലാതെ തന്നെ ഫണ്ട് വേറെ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് അർഹരായിട്ടുള്ള 10-15 പേരെ കണ്ടെത്തി, രോഗികളായിട്ടുള്ളവരെയും അതുപോലെ വൃദ്ധസദനങ്ങളെയൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇത് വിതരണം ചെയ്യുക, ഇത് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതിന് കുറച്ച് പണിയെടുക്കണം. അപ്പോൾ അതിലെ പുണ്യം പൂർണ്ണമായി കിട്ടത്തുള്ളൂ. എന്തായാലും എത്രയൊക്കെ യുദ്ധവും പ്രശ്നങ്ങളോ അസ്വസ്ഥ വന്നാലും യൂസഫ് അലി സാറിനും അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവർക്കും ഐശ്വര്യങ്ങളും ആയുസ്സും എല്ലാം വർദ്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കും. പടച്ചവൻ അത് കൊടുക്കും. ലുലു ഗ്രൂപ്പും ഉയർന്ന് കയറി വരട്ടെ. അതുപോലെ തന്നെ പത്മശ്രീ നിന്നും അദ്ദേഹം ഭാരതരത്നം ആവേണ്ട സമയം അടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാലും പത്മഭൂഷണം പത്മവിഭൂഷണമൊക്കെ അദ്ദേഹത്തിന് കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത്രത്തോളം ജനങ്ങളെ സ്നേഹിക്കുന്ന സേവിക്കുന്ന സഹായങ്ങൾ അദ്ദേഹം ഒത്തിരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നന്നായിരിക്കട്ടെ. ഇനി ഈ വർഷം കുറച്ച് പേരെ കണ്ടെത്തി അർഹരായിട്ടുള്ള കൈകളിൽ നമുക്കിത് എത്തിക്കണം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാരക്. പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. ഐ ലവ് യു ആൾ. താങ്ക് യു. നിങ്ങൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് എൻ്റെ ബലം. ഞാൻ സത്യമാണ്, ധാർമ്മികനാണ്, ആരെയും ചതിക്കാറില്ല, ദ്രോഹിക്കാറില്ല, അന്യായമായി ആരുടെ ഒന്നും കട്ടെടുക്കാറില്ല. ന്യായമായിട്ട് എനിക്ക് കിട്ടേണ്ടത് പോലും പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്. നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ പ്രോത്സാഹനം. നമുക്ക് ഒരുമിച്ച് നോക്കാം, ചെയ്യാൻ കഴിയുന്ന നന്മകൾ മാക്സിമം നമുക്ക് ചെയ്യാം. ഐ ലവ് യു ഓൾ. താങ്ക് യു. താങ്ക്സ് അലോട്ട്. കൂടെയുള്ളത് ഈ സക്കാത്തും കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ റാഫി ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഈ കാര്യങ്ങളൊന്നും പറയാൻ സമ്മതിക്കത്തില്ല. കാരണം അങ്ങനെയൊന്നും ഇടുന്നത് അവർക്ക് അത്രത്തോളം ഇഷ്ടമല്ല എന്നാണ്. പക്ഷേ എനിക്കൊരു ധാർമ്മികതയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ റാഫിയുടെ ഫോട്ടോ എടുക്കാറുണ്ട് എല്ലാ വർഷവും. ഇപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നോടൊപ്പം അറ്റാച്ച് ചെയ്യാം. ഞങ്ങളുടെ ചർച്ചകളുണ്ട്. എന്തായാലും വളരെ സന്തോഷം. നന്മയുള്ള മനുഷ്യർ എത്രത്തോളം നമ്മുടെ ചുറ്റുവട്ടത്തും ഭൂമിയിലും ഉണ്ടാകുമോ അത്രത്തോളം നമ്മുടെ ഭൂമി, നമ്മുടെ സമൂഹം ജീവിക്കാൻ സുഖകരവും സ്വർഗീയവുമായി മാറും. എത്രത്തോളം അധാർമികളും അത്യാഗ്രഹികളും ദോഷൈക ദൃക്കുകളും സൂത്രക്കാരും തരികിടകളും ചതിയന്മാരും ജനങ്ങളെ പറ്റിക്കുന്നവരും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നാട് നരകമായി മാറും. ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, സ്വന്തം സഹോദരങ്ങൾ പോലും പരസ്പരം വെട്ടിച്ചാവുന്ന ആ ഗതികെട്ട അവസരങ്ങൾ എത്തുകയാണ്. എന്തായാലും നമ്മുടെ നാടിനെ നശിപ്പിക്കാതിരിക്കാം. മലയാളി ഒറ്റക്കെട്ടായിട്ട് മുന്നേറട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാരക്. ഐ ലവ് യു ഓൾ. താങ്ക് യു.